എല്ലാ തോന്നിവാസങ്ങളും കളിക്കാൻ വേണ്ടിക്കൊണ്ട് ഏർപ്പാട് ചെയ്യുന്ന കുറെ കൂട്ടം ആളുകളാണ് ഇതിന് പിന്നിലായിട്ടുള്ളത്. കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് 3-4 മാസങ്ങൾക്കകം 6 ജീവനുകളാണ് ഈ റൂട്ടിൽ പൊലിഞ്ഞിട്ടുള്ളത്. ഡ്രൈവർമാർക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാക്കണം എന്നുള്ളത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു മത്സരയോട്ടം വേണ്ട. ടൈം ഷീറ്റ് പൊതുജനങ്ങൾക്ക് അറിയാവുന്ന തരത്തിലേക്ക് അത് പ്രസിദ്ധീകരിക്കണം. നമസ്കാരം. കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിലെ ബസ്സുകളുടെ മരണപ്പാച്ചിൽ വലിയ പ്രതിഷേധത്തിനിടയാക്കുകയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ മാത്രം ഈ ഒരു റൂട്ടിൽ വാഹനങ്ങൾ ഇടിച്ച് മരണപ്പെട്ടത് ഏതാണ്ട് 6 പേരാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ 19-ാം തീയതി സ്വകാര്യ ബസ് ഇടിച്ച് മരണപ്പെട്ട കാലിക്കറ്റ് സർവകലാശാലയുടെ റീജിയണൽ സെന്ററിലെ വിദ്യാർത്ഥിയായിരുന്ന ജാവേദ് എന്ന 19 വയസ്സുകാരൻ. ഇതോടുകൂടിയാണ് സ്വകാര്യ ബസ്സുകളുടെ ഈ മരണപ്പാച്ചിലിനെതിരായിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം യുവജന സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. 19-ാം തീയതി മുതൽ ഏതാണ്ട് 23-ാം തീയതി, അതായത് ഇന്നലെ വരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ ഒരു കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾക്കെതിരായിക്കൊണ്ട് അരങ്ങേറിയത്. സ്വകാര്യ ബസ്സുകളെ സർവീസ് നടത്താൻ അനുവദിക്കുകയില്ല എന്ന നിലപാടിലായിരുന്നു വിവിധ സംഘടനകൾ പ്രതിഷേധം നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയുടെ ഭാഗമായി ചില ഉപാധികളോടുകൂടി സ്വകാര്യ ബസ്സുകളുടെ സർവീസ് പുനരാരംഭിക്കാം എന്ന് നിശ്ചയിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ, ഇത്തരത്തിൽ കൊലയാളികളാകുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരായിക്കൊണ്ടുള്ള പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ PK രാഗേഷ് നമ്മളോട് പ്രതികരിക്കുന്നു. അദ്ദേഹം ടെലിഫോണിൽ ചേരുന്നു. ഇപ്പൊ കുറ്റ്യാടി ഭാഗത്ത് ബസ്സുകളുടെ മരണപ്പാച്ചില് വല്ലാതെ ശ്രദ്ധ നേടുകയാണ്. അതായത് നിരവധിയായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടായി. ഏറ്റവും ഒടുവിൽ ഒരു വിദ്യാർത്ഥി മരിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ ബസ് തടയലുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. എന്താണ് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചത്? ഇത് നിത്യ സംഭവമായി കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. 1-2 സംഭവങ്ങളല്ല. ഇപ്പോ കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് 3-4 മാസങ്ങൾക്കകം 6 ജീവനുകളാണ് ഈ റൂട്ടിൽ പൊലിഞ്ഞിട്ടുള്ളത്. ഇവിടെ പ്രൈവറ്റ് ബസിന്റെ ഒരു വല്ലാത്ത കൊള്ളരുതായ്മകൾ, അവരുടെ ഈ മത്സരപ്പാച്ചിൽ, അതൊരു വല്ലാത്ത പ്രശ്നമായി സമൂഹം ഒന്നാകെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരാൾ പോലും KSRTC ഇടിച്ചത് കൊണ്ട് മരണപ്പെട്ടിട്ടില്ല. ഇവിടെ KSRTC ഇടിച്ച് ഒരു മരണം പോലും ഈ റൂട്ടിൽ ഉണ്ടായിട്ടില്ല. അപ്പോ എന്തോ ഒരു കുഴപ്പം. KSRTCയും ബസ്സാണ്, അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സും ബസ്സാണ്. എന്തോ ഒരു കുഴപ്പം ഈ പ്രൈവറ്റ് ബസ്സിനുണ്ട് എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണ്. ഇവിടെ വല്ലാത്ത ഒരു പ്രശ്നം നിലനിൽക്കുന്നത് ഇവരുടെ മത്സരയോട്ടം തന്നെയാണ്. അതിനിടയിൽ വാടകയ്ക്ക് ബസ് എടുത്തുകൊണ്ടുള്ള എല്ലാ തോന്നിവാസങ്ങളും കളിക്കാൻ വേണ്ടിക്കൊണ്ട് ഏർപ്പാട് ചെയ്യുന്ന കുറെ കൂട്ടം ആളുകളാണ് ഇതിന് പിന്നിലായിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് വളരെ വളരെ ക്ലിയർ ആയി കൊണ്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇങ്ങനെ ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം 19-ാം തീയതി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റീജിയണൽ സെന്ററിലുള്ള ജവാദ് എന്ന് പറയുന്ന 19 വയസ്സുകാരൻ മരണപ്പെടുകയാണ്. അങ്ങനെ മരണപ്പെട്ടപ്പോ ഇത് ഇനി അനുവദിച്ചുകൂടാ. ഇത് നാളുകളിൽ ആർക്കും വരാവുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇതിനെ ചോദ്യം ചെയ്യാൻ നാട്ടിൽ ആരുമില്ലാത്ത ഒരു ഘട്ടത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ പല യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ, എല്ലാ യുവജന സംഘടനകളുടെയും നേതൃത്വത്തിൽ ഈ കാര്യം ഏറ്റെടുത്തിട്ടുള്ളത്. 19-ാം തീയതി തുടങ്ങിയിട്ടുള്ള ഈ സമരം 23-ാം തീയതിയാണ് യഥാർത്ഥത്തിൽ അതിനുള്ള ഒരു ചർച്ചയിലേക്ക് പോലും എത്തിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ 5 ദിവസക്കാലം ശക്തമായിട്ടുള്ള ഒരു സമരത്തിന്റെ വേലിയേറ്റം തന്നെയായിരുന്നു പേരാമ്പ്രയെ സംബന്ധിച്ചിടത്തോളം കണ്ടിട്ടുള്ളത്. ഇത് ഇന്ന് വരെ പേരാമ്പ്രയുടെ ചരിത്രത്തിൽ, അല്ലെങ്കിൽ കുറ്റ്യാടി കോഴിക്കോട് അതിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇതുപോലുള്ള ഒരു സമരം ആരും തന്നെ ദർശിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇത് ജനങ്ങളുടെ ആവശ്യമായി മാറിക്കഴിഞ്ഞു. ഇത് കുട്ടികളുടെ ആവശ്യമായി, രക്ഷിതാക്കളുടെ ആവശ്യമായി ഈ സമരം മാറിക്കഴിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഈ സമരം ഒരു വിജയത്തിലേക്കെങ്കിലും എത്തിക്കാൻ നമുക്കൊക്കെ തന്നെ സാധിച്ചിട്ടുള്ളത്. അപ്പോ ഇവിടെ ജവാദിന്റെ ഈ മരണം എന്ന് പറയുന്നത് 19-ാം തീയതി വൈകുന്നേരമാണ്. അതിനുശേഷം ഇങ്ങോട്ട് വലിയ ശക്തമായിട്ടുള്ള സമരത്തിനാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളതെന്ന് അത് നിങ്ങൾക്കൊക്കെ തന്നെ അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. ഇവിടെ അതിനുശേഷം പേരാമ്പ്രയിൽ ഇന്നലെ ഒരു യോഗം വിളിച്ചു ചേർക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ആയിരുന്നു യോഗം വിളിക്കേണ്ടതെന്ന്. എന്നാൽ മുൻ മുഖ്യമന്ത്രി പ്രിയപ്പെട്ട സഖാവ് VS അച്യുതാനന്ദന്റെ വിയോഗം
ആ വാർത്തയെ തുടർന്ന് അന്നത്തെ മീറ്റിംഗ് മാറ്റുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ബഹുമാന്യനായിട്ടുള്ള RDO, വടകര RTO, അതുപോലെ തന്നെ പേരാമ്പ്രയിലെ ജോയിന്റ് RTO, തഹസിൽദാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ജനപ്രതിനിധികൾ, അങ്ങനെ സർവ്വ രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കന്മാർ, യുവജന സംഘങ്ങളുടെ നേതാക്കന്മാർ, വിദ്യാർത്ഥി സംഘങ്ങളുടെ നേതാക്കന്മാർ, മാധ്യമ പ്രവർത്തകർ, അങ്ങനെ എല്ലാവരുടെയും കൂടെ ഒരു സർവകക്ഷി യോഗം ഇന്നലെ DYSP നേതൃത്വത്തിൽ വിളിച്ചിരുന്നു. ആ യോഗത്തിനകത്ത് ഞങ്ങൾ ഉന്നയിച്ച അല്ലെങ്കിൽ ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അക്ഷരം പ്രതി ശരിയാണെന്നും ആ ശരിയുടെ പക്ഷത്ത് നിൽക്കും എന്ന് ഞങ്ങളോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ സമരം ഞങ്ങൾ പിൻവലിച്ചു. ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, കുറ്റ്യാടിയിൽ നിന്ന് കോഴിക്കോട്ട് സാധാരണയായി എത്തേണ്ട സമയം RTO കൊടുത്തിട്ടുള്ള സമയം എന്ന് പറയുന്നത് 1 മണിക്കൂർ 40 മിനിറ്റ് ആയിരുന്നു. എന്നാൽ അത് 1 മണിക്കൂർ 40 എന്നതിനപ്പുറത്ത് 1 മണിക്കൂർ 52 മിനിറ്റിലേക്ക് വർദ്ധിപ്പിക്കാൻ ഇന്നലെ ചേർന്ന യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. മാത്രമല്ല, അത്തോളിയും ഉള്ളിയേരിയും നടുവണ്ണൂരും പേരാമ്പ്രയും കുറ്റ്യാടിയും എന്നിവിടങ്ങളിലെല്ലാം പോലീസിന്റെ ചെക്കിംഗ്, അവിടെയൊക്കെ തന്നെ ചെക്കിംഗ് ഉണ്ടാവും. പോലീസ് സ്ഥിരമായി ഡ്യൂട്ടിയിൽ ആളുണ്ടാവും എന്നും, അത് ഹോംഗാർഡ് മാത്രമല്ല പോലീസ് തന്നെ നേരിട്ടുണ്ടാവുമെന്നും, അതുപോലെ തന്നെ പഞ്ചിങ് സ്റ്റേഷൻ, അവിടെയൊക്കെ തന്നെ പഞ്ചിങ് സംവിധാനം ഏർപ്പെടുത്തും എന്നുള്ളത് തീരുമാനമെടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇങ്ങനെ ഇപ്പൊ കുറ്റ്യാടിയിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ ഇവർ മത്സരയോട്ടത്തോടുകൂടി വന്ന് അത്രയും പെട്ടെന്ന് സ്പീഡിൽ കയറി വന്ന് മറ്റൊരു ബസ് സ്റ്റാൻഡ് ആയിട്ടുള്ള പേരാമ്പ്രയിൽ കുറച്ചു നേരം നിർത്തിയിട്ട് ആളുകളെ പരമാവധി കയറ്റാൻ പറ്റുന്നതാണ് അവരുടെ ഒരു ബുദ്ധി. അതുകൊണ്ട് അങ്ങനെ ഒരു മത്സരയോട്ടം വേണ്ട. ടൈം ഷീറ്റ് പൊതുജനങ്ങൾക്ക് അറിയാവുന്ന തരത്തിലേക്ക് അത് പ്രസിദ്ധീകരിക്കണം. ഇത് സാധാരണ ടൈം ഷീറ്റ് അറിയുന്നത് RTO മാത്രമാണ്, അല്ലെങ്കിൽ ബസ് ഓണേഴ്സ് ആണ്, ഡ്രൈവർമാരാണ്. മറ്റ് പൊതുജനങ്ങൾക്ക് ഈ ടൈം ഷീറ്റ് അറിയില്ല. ആ ടൈം ഷീറ്റ് പൊതുജന മധ്യത്തിലേക്ക് കാണിച്ചു കൊടുക്കാനും അറിയിക്കാനും ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്താനും, അതുപോലെ തന്നെ മത്സരയോട്ടം നടത്തി സ്റ്റാൻഡിനകത്ത് ഹാൾട്ട് ചെയ്ത് മുന്നോട്ട് പോകാം എന്നാണ് ഇവർ ധരിച്ചതെങ്കിൽ അതൊക്കെ തന്നെ നിർത്തലാക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അതൊക്കെ തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റായി. അതുപോലെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരുപാട് ആളുകൾ ഈ ബസ്സിന്റെ അകത്ത് ഡ്രൈവർമാരായി, കണ്ടക്ടർമാരായി ഉണ്ടാകുന്നു. ആ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ ഒരു കാരണവശാലും ഇതിനകത്ത് ഈ ഡ്രൈവർ പണിക്കോ അല്ലെങ്കിൽ ബസ് ജീവനക്കാരനാക്കി വെക്കാനോ അനുവദിക്കില്ല എന്ന് തീരുമാനം. അതുകൊണ്ട് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നടപ്പിലാക്കാം എന്ന് പോലീസ് സംവിധാനം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, RTO പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, അതോടൊപ്പം തന്നെ പാസഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക്, അത്തരം ആളുകൾക്ക് ഈ വാഹനം എന്റെ യാത്ര സുരക്ഷിതമല്ല എന്നൊരു ബോധ്യം അവർക്കുണ്ടായാൽ, ഈ മത്സരപ്പാച്ചിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കും എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് മാനസികമായി ഒരു സന്തോഷം കിട്ടാത്ത രൂപത്തിലുള്ള പോക്കാണ് ഈ പോക്ക് എങ്കിൽ, ആ സമയത്ത് ഒരു ടോൾ ഫ്രീ നമ്പർ കൊടുത്തുകൊണ്ട് അവർക്ക് പരാതിപ്പെടാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ആവശ്യവും വളരെ നല്ല ഒരു തീരുമാനം എന്നുള്ള നിലക്ക് അത് സ്വീകരിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ പല സ്റ്റാൻഡുകളിലും പല ഏജന്റുമാരും നിൽക്കുന്നു. ഓരോ ബസ്സിനും ഓരോ മാനേജർമാരോ അല്ലെങ്കിൽ ആ മാനേജർമാരെ സഹായിക്കുന്ന ചില ആളുകളോ ഒത്താശക്കാരോ സ്റ്റാൻഡുകളുണ്ടാകും. എന്താ അവരുടെ പരിപാടി എന്ന് വെച്ചാൽ, ഈ ബസ് വരുമ്പോ ഈ ബസ് ഇത്ര സമയം കൊണ്ട് എടുത്തു, നിങ്ങൾ വേഗം വിടണം എന്ന് പറഞ്ഞ് അവർക്ക് ഇൻഫർമേഷൻ കൈമാറുന്ന ഏർപ്പാടുകൾ നടത്തുന്ന ആളുകളെ ഈ ഒരു സ്റ്റാൻഡിനകത്തും വെച്ച് പുറപ്പിക്കില്ല എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ കാര്യങ്ങൾ പരിശോധിക്കും, അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ലഹരി പരിശോധനയും ഫിറ്റ്നസ് പരിശോധനയും ഉറപ്പായും പോലീസും RTOയും ഒക്കെ എക്സൈസ് ഉൾപ്പെടെയുള്ള സംഘങ്ങളെ ഉപയോഗപ്പെടുത്തി അതിനകത്ത് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തും എന്ന് അവരൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡ്രൈവർമാർക്ക് 3 മാസത്തെ കോഴ്സ്, എടപ്പാളിൽ വെച്ച് 3 മാസത്തെ കോഴ്സ് നൽകാൻ, അത് പൊതുജനങ്ങളോട് എങ്ങനെ പെരുമാറണം, പൊതുജനങ്ങളുമായി സമ്പർക്കം ഏത് തരത്തിലായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് കൊടുക്കാൻ വേണ്ടിക്കൊണ്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ അത് മാത്രമല്ല, 5 വർഷത്തെ എക്സ്പീരിയൻസ്, ഡ്രൈവർമാർക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാക്കണം എന്നുള്ളത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. അങ്ങനെ അത് നൽകാം, അത് ഉണ്ടാവും, അതിനനുസരിച്ചുള്ള ആളുകൾ മാത്രമേ ചെയ്യൂ എന്നൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. MVDയും അതുപോലെ തന്നെ പോലീസും മഫ്തിയിൽ ഈ പറയുന്ന പരിശോധനകൾ നടത്താൻ പൂർണ്ണ സജ്ജമായി നിലകൊള്ളും എന്നൊക്കെ തന്നെ അറിയിച്ച സ്ഥിതിക്കാണ് ഞങ്ങൾ ഈ സമരം തൽക്കാലത്തേക്ക്
പിന്മാറാൻ തീരുമാനിച്ചിട്ടുള്ളത്. അത് മാത്രം അതോടൊപ്പം തന്നെ ഓരോ മാസവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്നത് ഒരു റിവ്യൂ മീറ്റിംഗ് ആയി. ഞങ്ങൾ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കണം എന്നാണ് പറഞ്ഞതെങ്കിൽ അത് അംഗീകരിച്ചിട്ടില്ല. അതിനപ്പുറത്ത് ഓരോ മാസവും റിവ്യൂ മീറ്റിംഗ് നടത്താം എന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഇന്ന് ഒരു പുതിയ വാർത്ത വന്നത് ഈ ജവാദിന്റെ വാപ്പയുടെ ഒരു ന്യൂസിന്റെ അകത്ത് ബസിന്റെ പേര് കണ്ടിട്ടില്ല, അതുപോലെ തന്നെ FIRന്റെ അകത്ത് ഡ്രൈവറുടെ പേര് കണ്ടിട്ടില്ല എന്നൊക്കെ തന്നെയാണ്. ഇത് ഞങ്ങൾ അന്നും ഈ സമരം തുടങ്ങുന്ന അന്നും ഞങ്ങൾ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു. അപ്പോ മാത്രമല്ല ഈ ഡ്രൈവറുടെ CCTV ഫുട്ടേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടണം എന്നുകൂടി ഞങ്ങൾ ഇന്നലെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ സമസ്ത രൂപത്തിലും ഞങ്ങൾ ഇക്കാര്യത്തെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് എന്നാണ് അറിയിക്കാനായിട്ടുള്ളത്. ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തില് ബസ് സർവീസ് പുനരാരംഭിക്കാൻ വേണ്ടി തീരുമാനമായതാണ്. പക്ഷെ ഇന്നും സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്താൻ തയ്യാറല്ല, അവര് ഇന്ന് മുതൽ പണിമുടക്കുകയാണെന്നുള്ളൊരു വാർത്തയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും? എന്നാൽ ഈ ഇന്ന് പണിമുടക്കുന്നു എന്ന് പറയുന്ന തൊഴിലാളികൾ എന്ന് പറയുന്ന വിഭാഗം അല്ലെങ്കിൽ തൊഴിലാളി സംഘടന എന്ന് പറയുന്ന ആളുകൾ ഒന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ആരെങ്കിലും ഒരാൾ, ഏതെങ്കിലും ഒരു യാത്രക്കാരൻ ഒരു സംസാരത്തിനകത്ത് അല്പം ശബ്ദം കൂടിയാലോ ഏതെങ്കിലും ഒരു കണ്ടക്ടർക്കോ ഒരു ഡ്രൈവർക്കോ നേരെ വിരൽ ചൂണ്ടിയാലോ ആ മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിക്കുന്ന കൂട്ടരാണ് ഈ കൂട്ടർ. അവിടെയാണ് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ചെറുപ്പക്കാരും അമ്മമാരും ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകളെ തലയിലൂടെ ഈ ടയർ ഉരുട്ടി കയറ്റി കൊന്ന ഈ ഡ്രൈവർമാർക്ക് ഇത് ഒരു പ്രശ്നമല്ലാത്ത ഒരു സാഹചര്യമുള്ളത്. അങ്ങനെ പ്രശ്നമല്ലാത്ത സാഹചര്യം അത് നിരന്തരമായി ആവർത്തിക്കപ്പെട്ടപ്പോഴാണ് ഈ നിലയ്ക്കുള്ള സമരങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ആ സമരങ്ങൾ ഉത്തരവാദപ്പെട്ട ആളുകൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൃത്യമായി സമരം അവസാനിപ്പിച്ചു. എന്നാൽ ഇന്ന് വീണ്ടും നിങ്ങൾ പറഞ്ഞതുപോലെ ഇവർ സമരവുമായി മുന്നോട്ട് പോകണം എന്നാണ് ഇവർ പറയുന്നതെങ്കിൽ എന്താണ് ഇവരുടെ ഡിമാൻഡ്? ഇനിയും നിരത്തിൽ ആളുകളെ കൊല്ലണം, അതിനുള്ള ലൈസൻസ് കൊടുക്കണം എന്നാണോ ഇവർ പറയുന്നത്? ഞങ്ങൾ ഒരു കാര്യം പറയാം. ഇന്ന് ഞങ്ങൾ ക്ഷമിക്കുന്നു, ഇന്ന് ഞങ്ങൾ അത് നോക്കിക്കാണുകയാണ്. നാളുകളിലും ഇതേ രൂപത്തിലാണ് ഈ പറയുന്ന വിരലെണ്ണാവുന്ന ആളുകളുടെ ഈ തരത്തിലുള്ള പ്രവർത്തനമെങ്കിൽ ഈ റൂട്ടിൽ പ്രൈവറ്റ് ബസ്സിനെ വേണമോ വേണ്ടയോ എന്നതിനെ കുറിച്ചുള്ള ഒരു ആലോചനയും ഈ നാട് നടത്തും എന്നാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഒരു സംശയവും വേണ്ട, ഇതിനകത്ത് ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ഇനി ഈ ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും ശക്തമായ കാര്യവും അതുപോലെ തന്നെ ഞങ്ങൾ നടത്തിയിട്ടുള്ള ധർമ്മസമരവും അതൊക്കെ തന്നെ മറന്നും പുറത്തും അതൊക്കെ തന്നെ അടക്കി പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറിയിട്ടുള്ളത്. എന്നാൽ ഇതിനെ തോണ്ടി അല്ലെങ്കിൽ അതിനെ വേദനിപ്പിച്ച് വ്രണപ്പെടുത്താൻ ഏതെങ്കിലും തരത്തിലുള്ള തൊഴിലാളി സംഘടനാ നേതാക്കന്മാരോ തൊഴിലാളി സംഘടനയോ ശ്രമിച്ചാൽ ഒരു തൊഴിലാളി സംഘടനയ്ക്കും പിടിച്ചു നിർത്താൻ കഴിയുന്നതിന് അപ്പുറമായിരിക്കും ഈ നാട്ടിലെ സമരത്തിന്റെ വേലിയേറ്റം തന്നെ ഉണ്ടാകും. അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മറ്റം ആളുകളാണ് ഈ തരത്തിലുള്ള മത്സരയോട്ടം ഈ കുറ്റ്യാടി കോഴിക്കോട് നിരത്തിലൂടെ നടത്തിക്കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇനിയൊരു ജീവൻ ഈ മണ്ണിൽ ഈ നിരത്തിൽ ഒലിയാൻ പാടില്ല എന്നത് പ്രഖ്യാപിത നിലപാടായി യൂത്ത് കോൺഗ്രസ് കരുതുകയാണ്. യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് നോക്കിയാൽ ഒരു സംശയവും വേണ്ട, നിങ്ങൾക്ക് മത്സരം പാച്ചിലില്ലാതെ ആളുകൾക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറിയിട്ടില്ല എങ്കിൽ ഒരു സംശയവും വേണ്ട, ഈ നിരത്തിലൂടെ പോകാൻ ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നം ഇല്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ഒരുപാട് തവണയായി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഇത് ഉറപ്പാണ്, ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല. ഇവിടെ വിദ്യാർത്ഥികൾ കഷ്ടപ്പെടുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. ഒരു കാര്യം കൂടി പറയുന്നു, കുട്ടികളോടും രക്ഷിതാക്കളോടും നാളെ മുതൽ അവർക്ക് വേണ്ട സൗകര്യം ജീപ്പിലൂടെ ഇവിടെ ടാക്സിയിലൂടെ യൂത്ത് കോൺഗ്രസ് ഒരുക്കിയിരിക്കും. അത് നെൽമണ്ണൂരിലേക്കും മണക്കുപാടിലേക്കും കുട്ടികൾക്ക് രണ്ട് ഭാഗത്തേക്കുള്ള കുട്ടികൾക്ക് വേണ്ട സൗകര്യമൊരുക്കാൻ ആ കാര്യങ്ങൾ കൂടി ഞങ്ങൾ തയ്യാറെടുക്കുന്നു. ആ കാര്യങ്ങൾ കൂടി ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ്. വിദ്യാർത്ഥികളാണ്, വിദ്യാഭ്യാസമാണ്. അത് മുടക്കാൻ ആരും അവരെ എല്ലാ തരത്തിലും പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾക്ക് ഒരുക്കാൻ കോൺഗ്രസ് തയ്യാറാകും. അത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. അതുകൊണ്ട് അധികാരികൾ കണ്ണ് തുറക്കാതെ അല്ലെങ്കിൽ മനഃപൂർവ്വം കണ്ണടച്ച് ഇരിക്കുന്നിടത്തോളം കാലം ഇവിടെ വന്നോടുകയില്ല. ഞങ്ങൾ പറയുന്നത്
ഉണ്ടാകും എന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല ഇന്നലെ നടന്ന യോഗത്തോടുകൂടി സ്വകാര്യ ബസ്സുകളുടെ സർവീസ് അദ്ദേഹം പറഞ്ഞ നിബന്ധനകളോടുകൂടി നടത്താം എന്ന് നിശ്ചയിച്ചതായിരുന്നു. എന്നാൽ ഇന്ന് വീണ്ടും സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുന്ന ഒരു സാഹചര്യമാണ് കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിലുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ഡിവൈഎസ്പി യോഗം വിളിച്ചു ചേർത്തിട്ടുമുണ്ട്. എന്തൊക്കെയാണ് സ്വകാര്യ ബസ്സുകൾ ഉന്നയിക്കുന്ന ഇത്തരത്തിൽ പണിമുടക്ക് നടത്തുന്നതിലേക്കായിട്ട് ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. എന്തു തന്നെയായാലും ഇത്തരത്തിൽ ഈ റോഡുകൾ കൊലക്കളങ്ങളാകുന്ന ഒരു സാഹചര്യത്തിന് വലിയ അറുതി വേണം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കുറ്റ്യാടി കോഴിക്കോട് റൂട്ട് ഇത്തരത്തിൽ ആളുകളെ വാഹനമിടിച്ച് കൊല്ലുന്നതിന്, പ്രത്യേകിച്ച് സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ കാരണം വലിയൊരളവിൽ കുപ്രസിദ്ധി ആർജിച്ച ഒരു റൂട്ടായി മാറുന്ന സാഹചര്യമാണുള്ളത്. ഇതിന് നിരവധിയായ കാരണങ്ങളാണ് ഇത്തരത്തിൽ യുവജന സംഘടനകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബസ്സുകളുടെ മത്സര ഓട്ടമാണ്. മാത്രവുമല്ല, ഇത്തരത്തിൽ ബസ്സുകൾ വാടകയ്ക്ക് നൽകുന്ന ഒരു സംഘവും കുറ്റ്യാടി കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളും ലഭ്യമായിട്ടുണ്ട്. എന്തുതന്നെയായാലും ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണം. റോഡിൽ കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിൽ പൊലിഞ്ഞ അവസാനത്തെ ജീവനായിരിക്കണം ജാവേദിൻ്റെത്. ഇനിയും ഒരു ജാവേദ് ഇവിടെ ആവർത്തിക്കാൻ പാടില്ല എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ഇത്തരത്തിൽ യുവജന സംഘടനകൾ മുന്നോട്ട് വെക്കുന്നത്. എന്തുതന്നെയായാലും അതിന് ശാശ്വതമായ ഇത്തരത്തിൽ ബസ്സുകളുടെ മത്സര ഓട്ടത്തിനും റോഡുകളിൽ അവ വരുത്തിവെക്കുന്ന അപകടങ്ങൾക്കും ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കോഴിക്കോട് നിന്നും നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.